ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 2 നീണ്ട 2 മാസത്തെ അവധിക്ക് ശേഷം കുട്ടികളുടെ സ്കൂൾ ഇന്ന് തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തോടു കൂടിയിട്ട് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇഡലിയും സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. രാവിലത്തെ എല്ലാ പണികളും കഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുട്ടികളുടെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ലച്ചുവിനെ 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മളും കൂടി പോകണം കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ ശ്രീകുട്ടന് ഓട്ടോ വരും. അപ്പോൾ അവ ഓട്ടോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാനിന്ന് ലച്ചുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടന് രാവിലെ തന്നെ ഓട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ആൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ തകൃതിയായിട്ടുള്ളൊരു മഴയൊക്കെ പെയ്തു. അതിന് ശേഷം എന്താ ശ്രീകുട്ടന് പോകാനുള്ള ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ വന്നു. അപ്പോൾ ഞാനും ലച്ചും കൂടി അവളുടെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലച്ചുവിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. അവിടെ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു കേട്ടോ അവിടെ. അതിന് കുറച്ച് നേരം ക്ലാസ്സിലൊക്കെ ഇരുന്നതിന് ശേഷം എല്ലാ കുട്ടികളെയും വരിവരിയായി നിർത്തിയിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2025-2026 അധ്യയന വർഷത്തിലെ ആരംഭമായ പ്രവേശനോത്സവത്തിലേക്ക് ഒന്ന് മുതൽ 5 വരെയുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പ്രസംഗവും അതുപോലെ തന്നെ സമ്മാനദാനം, പുസ്തക വിതരണവും എല്ലാം അതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരോ ക്ലാസ്സുകളായിട്ട് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലച്ചുവിൻ്റെ ക്ലാസ്സിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ച വരെയാണ് ക്ലാസ് ഉള്ളത്. കുറച്ച് നേരം ക്ലാസ്സിലിരുന്നിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടന് ക്ലാസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ലച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീകുട്ടൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ അവിടേക്കും ഞങ്ങളൊന്ന് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരെയും കുട്ടികളതിനൊക്കെ വിടുമല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ സ്കൂൾ വിടുകയാണെങ്കിൽ അവനെയും കൂടി കൊണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ശ്രീകുട്ടൻ്റെ സ്കൂൾ 1 മണിക്കാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അവൻ ഓട്ടോയിലാണെങ്കിൽ തിരിച്ച് വരിക. അപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ വരാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഏതായാലും അത് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണ വഴിയിൽ തന്നെ ചൂട് സിപ്പൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.